ലോകമെമ്പാടും ഇന്ന് വിശുദ്ധ കുർബാനയുടെ തിരുനാളായി തിരുസഭ ആഘോഷിക്കുന്നു. തിരുസഭ ഈ തിരുനാൾ ആഘോഷിക്കാൻ കാരണമായ ദിവ്യകാരുണ്യ അത്ഭുതമാണ് ഇറ്റലിയിലെ ബോൾസനായിൽ സംഭവിച്ചത്. 1263 ജർമ്മൻ പുരോഹിതനായ പ്രാഗിലെ ഫാദർ പീറ്റർ റോമിലേക്കുള്ള തീർത്ഥയാത്രക്കിടയിൽ ബോൾസനായിൽ തങ്ങുകയുണ്ടായി. അദ്ദേഹം ഒരു ദൈവഭക്തനായിരുന്നുവെങ്കിലും വിശുദ്ധ ബലിയിൽ യേശുവിന്റെ യഥാർത്ഥ സാന്നിധ്യമുണ്ട് എന്ന് അംഗീകരിക്കുവാൻ അദ്ദേഹത്തിന് പ്രയാസമായിരുന്നു. ബസിലിക്ക ഓഫ് സാന്റ ക്രിസ്റ്റീനയിൽ വിശുദ്ധ ക്രിസ്റ്റീനയുടെ ശവകുടീരത്തിന് മുകളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് ദിവ്യകാരുണ്യം വിശുദ്ധീകരിക്കുന്നതിനുള്ള വചനങ്ങൾ ഉച്ചരിച്ചയുടനെ ദിവ്യകാരുണ്യ ഓസ്തിയിൽ നിന്ന് രക്തം സാവധാനം ഊറി വരുവാൻ തുടങ്ങി. പിന്നീട് അദ്ദേഹത്തിന്റെ കൈകളിലേക്കും അൾത്താരയിലേക്കും രക്തം ഇറ്റിറ്റു വീഴുകയും ചെയ്തു. ആദ്യം ഇദ്ദേഹം രക്തം ഒളിപ്പിക്കുവാൻ ശ്രമിച്ചെങ്കിലും ഫലിച്ചില്ല. തുടർന്ന് വിശുദ്ധ കുർബാന നിർത്തുകയും തിരുരക്തം ഒഴുകിയ ആ തിരുവോസ്തി ഒരു കോർപ്പറലിൽ വെച്ച് ഒരു ചണത്തുണിയിൽ പൊതിഞ്ഞു അർബൻ 4 മാർപ്പാപ്പ താമസിക്കുന്ന അടുത്ത പട്ടണമായ ഓർവിയത്തോയിലേക്ക് കൊണ്ടുപോയി. മാർപ്പാപ്പ തന്റെ രഹസ്യദൂതനെ ഇത് പരിശോധിക്കുവാനായി അയച്ചു. വസ്തുതകളെല്ലാം പരിശോധിച്ചറിഞ്ഞതിനു ശേഷം അദ്ദേഹം രൂപതയിലെ മെത്രാനോട് തിരുവോസ്തികളും തിരുരക്തക്കറ പുരണ്ട ചണത്തുണിയും തന്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. പരിശോധനകളെ തുടർന്ന് ആ തിരുവസ്തുക്കൾ അദ്ദേഹം കത്തീഡ്രലിൽ സ്ഥാപിച്ചു. ഓർവിയത്തോയിലെ കത്തീഡ്രലിൽ ഇപ്പോഴും അത്ഭുതം സംഭവിച്ച തിരുവോസ്തിയും തിരുരക്തക്കറ പുരണ്ട ചണത്തുണിയും ഭക്ത്യാദരപൂർവ്വം പ്രതിഷ്ഠിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ അത്ഭുതത്താൽ പ്രചോദിതനായി പോപ്പ് അർബൻ 4 വിശുദ്ധ തോമസ് അക്വീനാസിന്റെ പരിശുദ്ധ കുർബാനയിലുള്ള യേശുക്രിസ്തുവിന്റെ തിരുശരീര ആരാധന ക്രമപ്പെടുത്തുവാൻ ചുമതലപ്പെടുത്തി. ഒരു വർഷത്തിനു ശേഷം 1264 അർബൻ 4 മാർപ്പാപ്പ വിശുദ്ധ അക്വീനാസിന്റെ ആരാധനാക്രമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. മാർപ്പാപ്പയുടെ കൽപ്പനയാൽ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ സഭയിൽ ആഘോഷിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു. 1964 കോർപ്പസ് ക്രിസ്റ്റിയുടെ സ്ഥാപനത്തിന്റെ 700ാം വാർഷികത്തിന്റെ സ്മരണയ്ക്കായി പോൾ 6 മാർപ്പാപ്പ ഓർവിയത്തോ കത്തീഡ്രലിൽ വിശുദ്ധ കോർപ്പറൽ സൂക്ഷിച്ചിരിക്കുന്ന അൾത്താരയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് 1976 പോൾ 6 മാർപ്പാപ്പ ബോൾസന സന്ദർശിക്കുകയും അവിടെ നിന്ന് ടെലിവിഷനിലൂടെ ഫിലാഡൽഫിയയിൽ നടന്ന 41ാമത് ഇന്റർനാഷണൽ യൂക്കറിസ്റ്റിക് കോൺഗ്രസ് മീറ്റിംഗിൽ സംസാരിക്കുകയും ചെയ്തു. അതിന്റെ പ്രമേയം ജീസസ് ഓഫ് ലൈഫ് എന്നായിരുന്നു.